ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പീഡാനുഭവത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മാനവരാശിയുടെ മുഴുവൻ പാപഭാരവും പേറിയ യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ രക്ഷകനായതായാണ് വിശ്വാസം. സഹജീവികളോടുള്ള യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മൃതികൾ ഓരോരുത്തരുടെയും മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. കാൽവരിയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ സ്മരണയിൽ ക്രൈസ്തവ ലോകം ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിന്റെ വഴിയിൽ നഗരത്തിലും വയനാടൻ ചുരത്തിലും വിശ്വാസികൾ. പിന്നോക്ക സമുദായ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ. വൈലോപ്പള്ളി സാംസ്കാരിക ഭവൻ കോഴിക്കോട് പൂക്കാട് കലാലയത്തിന്റെ സഹകരണത്തോടെ കുട്ടികൾക്കായി നടത്തുന്ന പഠന ക്യാമ്പ് ഏപ്രിൽ 19 കോഴിക്കോട്ട് ആരംഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പിന്നോക്ക സമുദായ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ കേരള പത്മശാലിയ സംഘത്തിന്റെ 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പിന്നാക്ക സമുദായങ്ങൾക്ക് സമൂഹത്തിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നത് സർക്കാർ ഗൌരവമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഡോക്ടർ എം.കെ. മുനീർ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച കേരള പത്മശാലിയ സംഘം 34ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക സമുദായ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 15 ലക്ഷത്തോളം മെമ്പർഷിപ്പുകൾ പത്മശാലിയ സംഘത്തിന് ഉണ്ട്, ഈ സമുദായത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷെ പലപ്പോഴും അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന ഈ സമുദായത്തിന് ലഭിച്ചു വരുന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രയാസം. സർക്കാർ ഗൗരവമായി എടുക്കും എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ഹെറിറ്റേജ് പ്രോഡക്റ്റായിട്ട് ഈ കൈത്തറികളെ മാറ്റുന്നതിന് മുൻകൈ എടുക്കാൻ മന്ത്രിസഭയിൽ ഒരു അംഗമെന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂടി പരിശ്രമം ഉണ്ടാകും എന്നുകൂടി അറിയിക്കാൻ ഈ സംഭവം. ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ പ്രത്യേകിച്ച് പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് പിൻബലം കൊടുക്കുന്നതിന് വേണ്ടി, ഇതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂടി പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം നിങ്ങളുടെ ഈ സമ്മേളനം. ചടങ്ങിൽ ജസ്റ്റിസ് ഒ നാരായണനെയും ABPS വൈസ് പ്രസിഡന്റ് M ബാലകൃഷ്ണനെയും മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കേരള പത്മശാലിയ സംഘം ആക്ടിംഗ് പ്രസിഡന്റ് VP ചന്ദ്രശേഖരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. KPS വൈസ് പ്രസിഡന്റ് CR ഗംഗാധരൻ പിള്ള, ട്രഷറർ R മോഹനൻ പിള്ള, KPS ഉത്തരമേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K വിജയൻ, ദക്ഷിണമേഖലാ സെക്രട്ടറി PP ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം S സുന്ദരമൂർത്തി, ജനറൽ സെക്രട്ടറി VV കരുണാകരൻ എന്നിവർ സംസാരിച്ചു. യേശുവിന്റെ കാൽവരിയിലെ കുരിശുമരണത്തിന്റെ വിശുദ്ധമായ ഓർമ്മയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും ഗബ്ബാത്ത മുതൽ ഗാൽഗുത്താം വരെയുള്ള യേശുവിന്റെ അന്ത്യരംഗത്തെ അനുസ്മരിച്ച് കുരിശിന്റെ വഴിയുടെ ഭാഗമായി നഗരപ്രദക്ഷിണവും നടന്നു.
ഈസ്റ്ററിന് തൊട്ടുമുമ്പുള്ള വെള്ളിയെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച് അവരുടെ കാൽ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന്റെ തുടർന്നുള്ള ഈ ദിവസത്തെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി പ്രമാണിച്ച് പ്രത്യേക തിരുകർമ്മങ്ങളും പീഡാനുഭവ വായനയും ക്രൂശിത രൂപം ചുംബിക്കലും നടന്നു. യേശുവിന്റെ സഹനത്തിൽ പങ്കുപറ്റി പ്രതീകാത്മകമായി കൈപ്പുണ്യർ വിശ്വാസികൾ രുചിച്ചു. പിലാത്തോസിന്റെ അരമനയുടെ നടുത്തളമായ ഗബാത്ത മുതൽ ഗാഗുൽത്ത മല വരെയുള്ള യേശുവിന്റെ അന്ത്യരംഗങ്ങൾ വിശ്വാസികൾ കുരിശിന്റെ വഴിയായി ആചരിച്ചു. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്ന കുരിശിന്റെ വഴി ദേവാമാതാ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ റോഡിലെ സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ വചന സന്ദേശം നൽകി. പാറോപ്പടി സെന്റ് ആന്റണീസ് ഫറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങളും കുരിശിന്റെ വഴിയും നടന്നു. മലാപ്പറമ്പ് ക്രിസ്തുരാജ ദേവാലയത്തിലും കുരിശിന്റെ വഴിയും, തുടർന്ന് വികാരി ഫാദർ ആന്റോ ഡൈനീഷ്യസ്, ഫാദർ ആന്റോ മുരിങ്ങാത്തേരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പീഡാനുഭവ അനുസ്മരണവും വചന പ്രഘോഷണവും കുരിശാരാധനയും ദിവ്യകാരുണ്യ സ്വീകരണവും നടന്നു. യേശുദേവനെ കുരിശിലേറ്റിയ പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴിയിൽ അണിചേർന്നു. അടിവാരൻ ഗത്സമൻ പാർക്ക് മുതൽ ലക്കിടി മൗണ്ട് സിനായ് വരെ 16.5 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടാണ് വിശ്വാസികൾ വലുതും ചെറുതുമായ കുരിശുമായി കയറിയത്. ദുഃഖവെള്ളി ദിനത്തിൽ പ്രസിദ്ധമായ വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴിയിൽ അണിനിരന്നത് വിശ്വാസ സഹസ്രങ്ങൾ. 1992 ഏപ്രിൽ 17-ാം തീയതി ആരംഭിച്ച് 1996 മുതൽ നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി തുടങ്ങിയിട്ടുണ്ട്. 2006 മുതൽ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ വന്ന് ഈ കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്ന് അനുഗ്രഹങ്ങളും കൃപകളും രോഗശാന്തിയും നേടുന്നുണ്ട്. ഗത്സമൻ പാർക്ക് മുതൽ ലക്കിടി മൗണ്ട് സിനായ് വരെ 16.5 കിലോമീറ്റർ 5 മണിക്കൂർ നേരം കൊണ്ട് വിശ്വാസികൾ നടന്നു കയറുന്നു. മൗണ്ട് സിനായ് ലക്കിടിയിൽ നേർച്ച ഭക്ഷണം ഇവർക്കായി ഒരുക്കുന്നുണ്ട്. ഈ വർഷത്തെ ദുഃഖവെള്ളിയിൽ ബ്രദർ ഔസേപ്പച്ചൻ കടുത്തിരുത്തി ദുഃഖവെള്ളി പ്രഭാഷണം നടത്തി. തുടർന്ന് ഗത്സമൻ പാർക്ക് ഡയറക്ടർ ഫാദർ തോമസ് ടി തുണ്ടത്തിൽ ദുഃഖവെള്ളി സന്ദേശം നൽകി. തുടർന്ന് യേശുവും പടയാളികളും മറിയവും ഭക്തസ്ത്രീകളും വിശ്വാസികൾക്ക് മുൻപിൽ നീങ്ങി. ഫാദർ തോമസ് ടി തുണ്ടത്തിൽ CMI, തങ്കച്ചൻ താഴത്തുപറമ്പിൽ, ഷിബു നെയ്യശ്ശേരി തുണ്ടിയിൽ, അബ്രഹാം കിഴുതറ, അമൽ താഴത്തുപറമ്പിൽ, ജോസ് അടിവാരം, സന്തോഷ് മുണ്ടൻതടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ലക്കിടി മൗണ്ട് സിനായിൽ നടന്ന സമാപന ചടങ്ങിൽ റവറൻ ഫാദർ ജോണി പനന്തോട്ടം സമാപന സന്ദേശം നൽകി. കഥകളിയെ ജനകീയമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കൊയിലാണ്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചേലിയ കഥകളി വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കഥകളി പഠന ശിബിരത്തിന് തുടക്കമായി. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 15ാമത് കഥകളി പഠന ശിബിരത്തിന് കൊയിലാണ്ടിയിൽ തുടക്കമായി. ഏപ്രിൽ 17 മുതൽ മെയ് 1 വരെ ചേലിയ കഥകളി വിദ്യാലയത്തിൽ ആരംഭിച്ച കഥകളി പഠന ശിബിരം നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് തുടക്കമായത്. പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ കഥകളി പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ കലയെ ഉപാസിക്കുന്നത് ഈ പറഞ്ഞ നിഷ്കളങ്കതയെ അവസാന ശ്വാസം വരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണ്. ആ അർത്ഥത്തിൽ കലാരൂപത്തെ പ്രയോഗിക്കുകയോ പരിശീലിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായി വരണം എന്നതായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ശിബിരത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. കഥകളി, വേഷം, സംഗീതം, വാദ്യങ്ങൾ, ചുട്ടി ഈ കലാരൂപത്തിന്റെ അരങ്ങും അണിയറയും ഹൃദ്യമായും സമഗ്രമായും പരിചയപ്പെടുത്തുക എന്നതാണ് പഠന ശിബിരത്തിന്റെ ലക്ഷ്യം. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കലാമണ്ഡലം ശിവദാസ്, കെ ദാമോദരൻ, NV സദാനന്ദൻ മാസ്റ്റർ, സുഭാഷ് ബാബു എന്നിവർ പഠന ശിബിരത്തിന് നേതൃത്വം നൽകും. വാർത്തകളിൽ ഇടവേള.
Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. വൈലോപ്പള്ളി സംസ്കൃത ഭവൻ കോഴിക്കോട് പൂക്കാട് കലാലയത്തിന്റെ സഹകരണത്തോടെ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 19 മുതൽ 24 വരെ പൂക്കാട് കലാലയത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനും പൂക്കാട് കലാലയവും ചേർന്നൊരുക്കുന്ന മാമ്പഴക്കാലം എന്ന അവധിക്കാല ക്യാമ്പിന് ഏപ്രിൽ 19 മുതൽ തുടക്കമാകും. ക്ലാസ് മുറികൾക്ക് പുറത്ത് കലയുടെയും സംസ്കാരത്തിന്റെയും മനുഷ്യ പ്രകൃതിയിലൂന്നിയ ജീവിതത്തിന്റെയും അനുഭവങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. പൂക്കാട് കലാലയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കളിവിളക്ക് തെളിയിക്കും. തുടർന്ന് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം തിരുവനന്തപുരത്ത് ഈ വർഷം ആദ്യമായിട്ടാണ് കോഴിക്കോട്ട് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഇത്തവണ കോഴിക്കോട്ടെ മാമ്പഴക്കാലം സംഘടിപ്പിക്കുന്നത് പൂക്കാട് കലാലയം സഹകരിച്ചിട്ടാണ്. ഏപ്രിൽ 24 വരെ നടക്കുന്ന ക്യാമ്പിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ 10 നാടകങ്ങൾ, നാടകങ്ങളുടെ അവലോകനം, സെമിനാറുകൾ, അഭിനേതാവിനെ സൃഷ്ടിക്കുന്ന വ്യായാമമുറകൾ, മുഖാമുഖങ്ങൾ, ചർച്ചകൾ, ഗുരുവന്ദനം, അനുസ്മരണ സമ്മേളനങ്ങൾ, സ്മൃതിയാത്ര എന്നിവയും ഉണ്ടാകും. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ സംസ്ഥാനത്ത് 5 ഇടങ്ങളിലായി സംഘടിപ്പിക്കുന്ന മാമ്പഴക്കാലം പരിപാടിയിൽ ആദ്യത്തേതാണ് കോഴിക്കോട് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിശുദ്ധ വാരാചരണത്തിലെ ഭക്തി തീവ്രതയുമായി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും അപ്പമുറിക്കൽ ചടങ്ങും നടന്നു. വിശുദ്ധ കുർബാനയും ചടങ്ങുകൾക്കും പ്രമുഖർ നേതൃത്വം നൽകി. അന്ത്യ അത്താഴത്തിനു മുൻപ് യേശു ശിഷ്യരായ 12 പേരുടെയും കാലുകൾ കഴുകി ചുംബിച്ചു. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടത് ഞാനിതാ നിങ്ങൾക്കായി മാതൃകയാകുന്നു എന്ന് 2000 ആണ്ടുകൾക്കുമപ്പുറം കൽപ്പിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം പെസഹ ആചരിച്ചു. പ്രാർത്ഥനാമുഖരിതമായ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടന്നു. പുരോഹിതന്മാർ യേശുവിന്റെ പ്രതിനിധികളായ ശിഷ്യന്മാരായി അണിനിരുന്ന വിശ്വാസികളുടെ കാൽ കഴുകി ചുംബിക്കുന്ന ചടങ്ങ് വികാര നിർഭരമായിരുന്നു. ദേവമാതാ കത്തീഡ്രലിൽ നടന്ന തിരുവത്താഴ പൂജയ്ക്ക് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. പെസഹ എന്നാൽ കടന്നുപോകലാണ് അർത്ഥമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. മരണസംസ്കാരത്തിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, തിന്മയിൽ നിന്ന് നന്മയിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും കടന്നുപോകുമ്പോൾ ജീവിതത്തിൽ പെസഹ സംഭവിക്കുന്നു. മറ്റുള്ളവർക്കായി മുറിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജീവിതം കുർബാനയായി മാറുമെന്നും അദ്ദേഹം ഉണർത്തി. ദൈവത്തിന്റെ അതിശക്തമായ
ദൈവം ഇസ്രായേലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ചെങ്കടൽ കടത്തി കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ദേവാലയങ്ങളിൽ പാതിരാത്രി വരെ അന്ത്യത്താഴത്തിന്റെ സ്മരണകളുണർത്തി പ്രാർത്ഥനകളും നടന്നു. മലാപ്പുറം ക്രിസ്തുരാജ ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ആൻഡോ ഡൈനീഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വികാരി ഫാദർ അലോഷ്യസ് കുളങ്ങര, ഫാദർ വിമൽ ഫ്രാൻസിസ് എന്നിവരും കാർമ്മികരായി. പാറപ്പടി സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. പെസഹ അപ്പം മുറിക്കൽ വികാരി ഫാദർ തോമസ് പെരിയാത്ത് മുഖ്യ കാർമ്മികനായി. അശോകപുരം ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, അപ്പം മുറിക്കൽ വികാരി ഫാദർ തോമസ് ചക്കിട്ടാമുറിയിൽ കാർമ്മികനായി. ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിലെ വിശുദ്ധ വാരത്തോടനുബന്ധിച്ചുള്ള പെസഹ ആചരിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കുര്യാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞങ്ങൾക്ക് ഇത്തിരി സ്നേഹാക്ഷരങ്ങൾ എല്ലാം വീണ്ടെടുത്തു സ്നേഹത്തിലൂടെ. തിരുസഭ ഇന്ന് പെസഹ ആഘോഷിക്കുമ്പോൾ യേശുനാഥൻ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ 12 ശിഷ്യന്മാരോടൊത്ത് തന്റെ അവസാനത്തെ അത്താഴം കഴിക്കുമ്പോൾ യേശുനാഥൻ വീണ്ടെടുത്തതും യേശുനാഥൻ ശിഷ്യന്മാരുടെ മനസ്സിൽ കവിത രചിച്ചതും ഈ സ്നേഹത്തിന്റെ വാർഷികമായിരുന്നു. ഫാദർ ജോൺസൺ അബേരവ്, ബ്രദർ അനിൽ ജോസ്, നിതിൻ ബർവ എന്നിവർ നേതൃത്വം നൽകി. പെസഹ ദിനത്തിൽ ആഘോഷമായ ദിവ്യബലി, പ്രസംഗം, പാദക്ഷാളന കർമ്മം, പെസഹ ഭക്ഷണം, പാതിരാവരെ ദിവ്യ കുർബാന എന്നിവ നടന്നു. കവിയുടെ സാന്നിധ്യത്തിൽ കവിതകളുടെ ആലാപനം നടത്തി കവി MN പാലൂരിന് കവിപൂജ ആദരം. കോഴിക്കോട് ശിക്ഷസദനയിലാണ് വേറിട്ടൊരു ആദര പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ പ്രിയദർശൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. ജീവിതാനുഭവങ്ങൾ കോറിയിട്ട കവിതകൾക്ക് മധുരതരമായി ആലാപനം പകർന്നപ്പോൾ നിസ്സംഗഭാവം വെടിഞ്ഞ് കവിയും ആസ്വാദനത്തിൽ പങ്കാളിയായി. കേരളീയ ഗന്ധമുള്ള കവിയെന്ന് വിശേഷിപ്പിക്കുന്ന MN പാലൂരിനെ ആദരിക്കുന്നതിനായാണ് പാലൂർ കവിതകളുടെ ആലാപനം സംഘടിപ്പിച്ച് വേറിട്ട പരിപാടിയൊരുക്കിയത്. സ്വന്തം കവിതകൾ ആസ്വദിക്കാനുള്ള അവസരം വിനിയോഗിച്ചപ്പോൾ കവിയും വികാരാതീതനായി പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു. പാലൂരിന്റെ പാട്ട്, പേടിത്തൊണ്ടൻ, പച്ചമാങ്ങ, തീർത്ഥയാത്ര, സുഗമസംഗീതം, കലികാലം, സർഗധാര, ഒളിച്ചുകളി തുടങ്ങിയ കവിതകൾ ആലപിക്കപ്പെട്ടു. ശിക്ഷസദനിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ പ്രിയദർശൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. PM നാരായണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ആർസു, MS ബാലകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, MN പാലൂർ, MM സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ES ഗായത്രി, KC ബിജു, PL ശ്രീധരൻ, A സുധീഷ്, ER അനുപമ, റഷീദ് PC പാലം, കണ്ണൻ കൂത്താളി തുടങ്ങിയവർ കവിതകൾ ആലപിച്ചു. കവയിത്രിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്ഷൻ ഓഫീസറുമായ മോളിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരപ്രദേശങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന വിപണന മേളകൾ ഗ്രാമീണ മേഖലകളിലേക്കും വേരുറയ്ക്കുന്നു. മലബാർ മേഖലയിൽ മാത്രമായി 40-ലധികം മേളകളാണ് നടക്കുന്നത്. ജനകീയ സ്വീകാര്യതയാണ് മേളകളെ വിജയമാക്കുന്നതെന്ന് മലപ്പുറം പള്ളിക്കലിൽ നടക്കുന്ന മേളയുടെ സംഘാടകർ പറയുന്നു. പൂക്കളുടെയും ഗൃഹോപകരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും വലിയ ശേഖരമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണ വിഭവങ്ങൾക്കും വിനോദോപാധികൾക്കും മേളയിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. പള്ളിക്കൽ പോലൊരു ഗ്രാമപ്രദേശത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം വരുന്നതെന്നും ജനങ്ങളിൽ നിന്നും മേളയ്ക്ക് നിറഞ്ഞ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സംഘാടകനും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KP മുസ്തഫ തങ്ങൾ പറഞ്ഞു. ഈ നഗരപ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരം മേളകൾ മുമ്പ് നടന്നിരുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു ഗ്രാമീണ പ്രദേശത്ത്, ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഈ മേള വരുന്നത്. ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചതുകൊണ്ട് തന്നെ ജനപങ്കാളിത്തം ഈ മേളയുടെ വിജയത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു നിലവാരമുള്ള കലാപരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇവന്റ് മാനേജ്മെന്റിനോട് പറഞ്ഞത്, ഒരു പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന മേള എന്ന നിലക്ക് തന്നെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുള്ള ഒരു കലാപരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. മേളയിലെ മഞ്ഞുകൊട്ടാരം പ്രധാന ആകർഷണമാണ്. ദിവസേന കേരളത്തിലെ പ്രമുഖ പ്രൊഫഷണൽ ട്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ മേളയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. മേള ഈ മാസം 27-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചേളാരി. വാർത്തകളിൽ മറ്റൊരിടവേള. Galaxy made of ABS material.
Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ഇനി ബിസിനസ് വാർത്തകൾ. കല്യാൺ സിൽക്സിന്റെ 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ ഭാഗമായുള്ള സമ്മാന പദ്ധതിയുടെ രണ്ടാം നറുക്കെടുപ്പ് കോട്ടയം ഷോറൂമിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിവാര നറുക്കെടുപ്പിലെ കാർ സമ്മാനമായി ലഭിച്ചത് എറണാകുളം സ്വദേശിനി സുജാത തുളസിദാസിനാണ്. കല്യാൺ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ രണ്ടാം ലക്കി നറുക്കെടുപ്പ് കല്യാൺ സിൽക്സ് കോട്ടയം ഷോറൂമിൽ നടന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ രണ്ടാം ഘട്ട നറുക്കെടുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സുജാത തുളസിദാസ്, ഫോൺ നമ്പർ 9846243934. ഈ കൂപ്പൺ കാർ ലഭിച്ചിട്ടുള്ളത് കൊച്ചിൻ കല്യാൺ സിൽക്സ് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച ആളുകളാണ്. കേരളത്തിലെ ടെക്സ്റ്റൈൽ രംഗത്താണെങ്കിലും അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ വിപണന രംഗത്തായാലും എല്ലാം കല്യാൺ സിൽക്സ് അതിൻ്റെതായ പ്രത്യേകതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്, സുരേഷ് കുറുപ്പ് MLA, മുനിസിപ്പൽ ചെയർമാൻ സന്തോഷ് കുമാർ, ബിൽഡിംഗ് ഓണർ ലിജോമോൻ ജോസഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കല്യാൺ സിൽക്സിന്റെ സാരഥികളും ചടങ്ങിലുണ്ടായിരുന്നു. എറണാകുളം സ്വദേശിനി സുജാത തുളസിദാസിനാണ് കാർ സമ്മാനമായി ലഭിച്ചത്. ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളും 29 പേർക്ക് സമ്മാനമായി നറുക്കെടുപ്പിലൂടെ ലഭിച്ചു. 1 കോടിയിലേറെ മാംഗല്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്ക് ഈ 100 വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ നല്ല മുഹൂർത്തം ആഘോഷിക്കുവാൻ വേണ്ടിയാണ് 1.5 കോടിയോളം സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങൾ ഒരു പുതിയ സമ്മാന പദ്ധതി രൂപം നൽകിയിട്ടുള്ളത്. ഓഫറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും നല്ല വസ്ത്രശ്രേണി, ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും മിതമായ വില, ഏറ്റവും പുതിയ സെലക്ഷൻ കല്യാൺ സിൽക്സ് അല്ലാതെ മറ്റാർക്കും നൽകുവാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടി ഞാൻ ഈ വേളയിൽ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്. മെയ് 16 വരെ തുടരുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ 2000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. ബമ്പർ സമ്മാനമായി 101 പവൻ സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും. കല്യാൺ സിൽക്സിന്റെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഈ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. അറിയിപ്പ്. ജില്ലാ ജിംനാസ്റ്റിക് അസോസിയേഷൻ 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല സമ്മർ കോച്ചിംഗ് ക്യാമ്പ് 28 വൈകിട്ട് 4 ആരംഭിക്കും. രക്ഷിതാക്കൾ 25-നകം രജിസ്ട്രേഷൻ ചെയ്യണം. ഫോൺ 999955288877. വുമൺ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെയ് 22 മുതൽ 25 വരെ പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന അസംഘടിത മേഖലയിലെ വനിതാ സംരംഭകരുടെ കൂട്ടായ്മയും ഉൽപ്പന്നങ്ങളുടെ വിപണനമേളയിലും പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 23-നകം 9496312244 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാൽവരിയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ സ്മരണയിൽ ക്രൈസ്തവ ലോകം ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിന്റെ വഴിയിൽ നഗരത്തിലും വയനാടൻ ചുരത്തിലും വിശ്വാസികൾ. പിന്നോക്ക സമുദായ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. വൈലോപ്പള്ളി സാംസ്കാരിക ഭവൻ കോഴിക്കോട് പൂക്കാട് കലാലയത്തിന്റെ സഹകരണത്തോടെ കുട്ടികൾക്കായി നടത്തുന്ന പഠന ക്യാമ്പ് ഏപ്രിൽ 19 കോഴിക്കോട്ട് ആരംഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.